ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞു മക്കളെ, ഇന്ന് തിരുസഭ സകല മരിച്ചുപോയവരെയും ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ തിരുബലിയിൽ നമുക്ക് അവരെ പ്രത്യേകമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അതിലൂടെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ പുത്രന് നൽകിയിട്ടുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ അധികാരത്തെ എത്രമാത്രമാണ് നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തില് ഒരു ശില്പി ഉണ്ടായിരുന്നു. ആ ശില്പി വളരെ മനോഹരമായി തൻ്റെ കൈപ്പണി വളരെ മനോഹരമായ രൂപങ്ങള് ഉണ്ടാക്കുമായിരുന്നു. ഈ ശില്പിക്ക് ഏക മകനുണ്ടായിരുന്നു. തൻ്റെ പിതാവ് ചെയ്യുന്ന ജോലി വളരെ മനോഹരമായി അത് ചെയ്യുന്നത് എങ്ങനെയാണ്, എപ്രകാരമാണെന്ന് ഈ മകൻ കണ്ട് നിൽക്കുന്ന സമയമുണ്ടായി. അപ്പോൾ വളരെ താല്പര്യത്തോടു കൂടെ ഈ മകൻ ഒരു ദിവസം ഒരു ശില്പം ഉണ്ടാക്കുകയാണ്. തൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അതേപടി ആ മകൻ ആ ശില്പത്തിന്റെ മേൽ കൊടുക്കുകയാണ്. ശില്പം പൂർത്തീകരിച്ചതിന് ശേഷം തൻ്റെ പിതാവിന്റെ സുഹൃത്തുക്കൾ വന്ന് ഈ ശില്പം ഉണ്ടാക്കിയ ആരാണെന്ന് അറിയാൻ വേണ്ടി തൻ്റെ പിതാവിനോട് തൻ്റെ കൂട്ടുകാര് തൻ്റെ പിതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. വളരെ മനോഹരമായ ഒരു ശില്പമാണല്ലോ നീ നിർമ്മിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടെന്നാൽ വളരെ മനോഹരമാണ്. അപ്പോൾ തൻ്റെ പിതാവ് പറയുന്നുണ്ട്, എൻ്റെ സ്നേഹിതന്മാരെ, ഈ ശില്പം ഞാനല്ല ഉണ്ടാക്കിയത്, ഇതുണ്ടാക്കിയത് എൻ്റെ മകനാണ്. അപ്പോൾ ആശ്ചര്യപ്പെട്ട് തൻ്റെ സുഹൃത്തുക്കള് ആ ശില്പിയോട് ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് ഇവനിത് സാധിച്ചതെന്ന്. അപ്പോൾ ആ മകൻ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്രകാരമാണ് ഈ കല്ലിന്മേൽ കൊത്തിയെടുക്കുന്നതും രൂപപ്പെടുത്തുന്നതും ഒക്കെ ഞാൻ വളരെ ആകാംക്ഷയോടെയും വളരെ ശ്രദ്ധയോടുകൂടെ ഞാൻ നോക്കി നിൽക്കുവാൻ. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ആർജിച്ചെടുത്ത കഴിവാണ് എനിക്ക് ഇവിടെ പ്രകടമാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അവിടെ നിൽക്കുകയാണ്. ദൈവവും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അല്ലെങ്കിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, പിതാവ് എന്ത് ചെയ്യുന്നതോ അത് തന്നെ പുത്രനും ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ സ്നേഹം എന്ന് ആഴപ്പെടുത്തുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വികാരമാണ്. നമുക്കറിയാവുന്നതുപോലെ മാതാപിതാക്കന്മാർക്ക് മക്കളോട് ആഴമായ ഒരു സ്നേഹമുണ്ട്. കുട്ടികൾക്ക് മാതാപിതാക്കന്മാർക്ക് ആഴമായ സ്നേഹമുണ്ട്. പ്രണയിക്കുന്നവരാണെങ്കിൽ അവര് തമ്മിൽ ഒരു ആഴമായ ഒരു സ്നേഹമുണ്ട്. പിതാവും പുത്രനും എന്ന് പറയുന്നത്, പിതാവിന് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രമാത്രം സ്നേഹവും പുത്രനുമുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ, നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ആണല്ലോ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സ്നേഹിക്കുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും ഈശോ ഇന്നും വിശുദ്ധ കുർബാനയായി നമ്മോടുകൂടെ എന്നും കാണുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പിതാവ് ചെയ്ത കാര്യങ്ങൾ തന്നെ പുത്രനും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തൻ്റെ ഉറ്റ സുഹൃത്തായ ലാസർ മരിച്ചു എന്നറിഞ്ഞ് വേദനപ്പെട്ട് ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈശോ ലാസറിന്റെ കല്ലറയിൽ ചെന്ന് അവിടെ നിന്നും ലാസറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. അപ്പോൾ
പിതാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പുത്രന് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള വലിയൊരു അടയാളം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: നിത്യജീവൻ. പിതാവിനെ അറിയുകയും പുത്രനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ നൽകുമെന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിൽ അവസാനമായി പറയുന്നത് ഇപ്രകാരമാണ്: നന്മ ചെയ്തവര് ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5-ാം അധ്യായത്തിലെ 29-ാം വാക്യത്തിൽ പറഞ്ഞു തീരുന്നത്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തില് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളൊക്കെ ഓടുന്നവരാണ്. അപ്പോൾ ഈ ഓടുന്ന കൂട്ടത്തില് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്മയായിട്ട് മാറുന്നുണ്ടോ, മറ്റുള്ളവർക്ക് നന്മയായി ഭവിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അവിടെയാണ് പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായ കരുതലും പൂർണ്ണമായ വളർച്ചയും ഉണ്ടാകുന്നത്. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ ഓർപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യപുത്രനായതുകൊണ്ടും വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിട്ടുണ്ടെന്നാണ് ബൈബിളിൽ പറയപ്പെട്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നാം പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാവരെയും ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നിത്യജീവൻ അവർക്കുണ്ടാകാൻ വേണ്ടിയും, അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ അവരെ ഉയർത്ത് ദൈവത്തിന്റെ കൂടെ ആയിരുന്ന് സ്വർഗത്തിലായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.